യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ഫിസിക്സിൻ്റെ ഈ പുതിയ ചാപ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ മിക്ക ആൾക്കാരും ഒരു തവണയെങ്കിലും കടകളിൽ പോയി അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ അരി വാങ്ങിക്കുമ്പോൾ 1 കിലോ അല്ലെങ്കിൽ 2 കിലോ 10 കിലോഗ്രാം അങ്ങനെ കണക്ക് പറഞ്ഞിട്ടാവും വാങ്ങിക്കേണ്ടതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങിക്കുമ്പോൾ 1/2 ലിറ്റർ 1 ലിറ്റർ അങ്ങനെ എന്തും ഏതും നമ്മൾ അളന്നും തൂക്കിയുമാണ് നമ്മൾ വാങ്ങിക്കുക. ഇപ്പം എല്ലാ തരം ക്വാണ്ടിറ്റീസിനും ഒരു യൂണിറ്റ് കാണും. ഇപ്പം നിങ്ങളുടെ ഭാരം ചോദിച്ചു കഴിഞ്ഞാൽ 65 കിലോഗ്രാം, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു യൂണിറ്റ് ഉണ്ട്, കിലോഗ്രാം. സമയം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്, അപ്പോൾ അവിടെ ഒരു യൂണിറ്റ്, ഒരു ടൈമിൻ്റെ ഒരു സൂചക ഉണ്ട്. മിനിറ്റായോ സെക്കൻഡായോ അവരുടെ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ തന്നെ അവതരിപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന ബെഞ്ചിന് എത്ര നീളമുണ്ട്, 2 മീറ്റർ അല്ലെങ്കിൽ 2.4 മീറ്റർ, അങ്ങനെ എന്തുമേതും നമ്മൾ യൂണിറ്റായിട്ടാണ് അവതരിപ്പിക്കുക. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകൾ, അതുപോലെ ചില ഫണ്ടമെൻ്റൽ ഡിറൈവ്ഡ് യൂണിറ്റ്സുകൾ, അതിൻ്റെ ക്വാണ്ടിറ്റീസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറീസ്. യെല്ലോ ലെറ്ററോണോട് എഴുതിയിട്ടുണ്ട്. 1 ഫണ്ടമെൻ്റൽ ഓർ ബേസ് ക്വാണ്ടിറ്റീസ്, 2 ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഫർദറായി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അത്തരം ക്വാണ്ടിറ്റിയെ പറയുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഉദാഹരണം മാസ്, ലെങ്ത്ത്, ടൈം. അപ്പോൾ എന്താണ് ഫർദറായി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം നോക്കൂ. വെലോസിറ്റി, ഒരു ഇക്വേഷൻ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. നോക്കൂ, അവിടെ വെലോസിറ്റിക്ക് 2 ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട്, ടൈമും ഉണ്ട്. അപ്പോൾ വെലോസിറ്റി ഒരിക്കലും ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഇല്ല. കാരണം എന്താ, വെലോസിറ്റി 2 ക്വാണ്ടിറ്റിയായി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റി. ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതിനെ പറയുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. അപ്പോൾ മാസ്, അതിനെ ഫർദറായി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അത് വേറൊരു ഫോർമുലയായിട്ടോ ഇക്വേഷനിൽ അവതരിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാസിന് ഫർദറായി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ലെങ്ത്ത്, ടൈം, അതിനൊക്കെ നമുക്ക് ഫർദറായി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരം ക്വാണ്ടിറ്റിയെ പറയുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സിനെ പറയുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ഓർ ബേസ് യൂണിറ്റ്. നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ലെങ്ത്തിന് അതിൻ്റെ യൂണിറ്റ്, ലെങ്ത്ത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് കേട്ടോ. അതിൻ്റെ യൂണിറ്റ് നോക്കൂ, മീറ്റർ. സിമ്പൽ സ്മോൾ എം. മാസ് വിച്ച് ഈസ് അനദർ ബേസ് ക്വാണ്ടിറ്റി whose base unit is kilogram and symbol is small k small g. അപ്പോൾ 10 kilograms എന്ന് പറയാൻ പാടോ? ഒരിക്കലും ഇല്ല. പ്ലൂറൽ ഒരിക്കലും നമ്മൾ സിമ്പൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ KGS എന്ന് എഴുതാൻ പാടില്ല. അത് എഴുതുന്നുണ്ടെങ്കിൽ തെറ്റാണത്. KG, അതിൽ കെയും ജിയും സ്മോൾ ലെറ്റർ ആണെന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ടൈം, അതൊരു ഫണ്ടമെൻ്റൽ അഥവാ ബേസ് ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ സാധാരണ പല യൂണിറ്റ് നമുക്ക് പറയാം, മിനിറ്റ് വെച്ച് പറയാം, അല്ലെങ്കിൽ അവറിൻ്റെ ബേസിൽ പറയാം, ദിവസക്കണക്ക് പറയാം, ആഴ്ചക്കണക്ക്, മാസക്കണക്ക്, വർഷം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറയാമെങ്കിലും നമ്മൾ സാധാരണ അതിന് ടൈമിന് നമ്മൾ സൂചിപ്പിക്കുന്നത് SI സിസ്റ്റം നമ്മൾ കാണാൻ പോകുന്നതാണ്. നമുക്ക് അവിടെ വിശദമായിട്ട് പറയാം. അതിൻ്റെ സിമ്പിൾ സ്മോൾ എസ് ആണ്. ഇലക്ട്രിക് കറണ്ട്, ഇതൊരു ബേസ് ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ യൂണിറ്റ് ആംബിയർ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ആ മേഖലയിൽ കൂടുതൽ സംഭാവന നൽകിയ ഒരു വ്യക്തിയുടെ ബഹുമാനാർത്ഥമാണ് നമ്മൾ ആംബിയർ എന്ന് എഴുതുന്നത്. സിമ്പിൾ ക്യാപിറ്റൽ എ. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ ക്യാപിറ്റൽ എ കൊടുത്ത, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എ എന്ന് കൊടുക്കേണ്ടതായിരുന്നു. അതുപോലെ ആംബിയർ എന്ന് എഴുതുമ്പോൾ എ സ്മോൾ ലെറ്റർ തന്നെ വെച്ച് എഴുതണം എന്നാണ് ഇവിടുത്തെ സയൻസ് പറയുന്നത്. 4ാമത്തെയും കഴിഞ്ഞ് 5ാമത്തെ ബേസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ ഓർ സിംപ്ലി ടെമ്പറേച്ചർ. അതിൻ്റെ യൂണിറ്റ് നമുക്ക് പല യൂണിറ്റ് അറിയാം. ഡിഗ്രി സെൽഷ്യസ് അറിയാം, ഡിഗ്രി ഫാരൻഹീറ്റ് അറിയാം. ഇവിടെ കെൽവിനാണ്, ക്യാപിറ്റൽ കെ. ബേസ് യൂണിറ്റ് കെൽവിൻ എന്ന് എഴുതുമ്പോൾ സ്മോൾ കെ വെച്ച് ആരംഭിക്കും. വെറും കെ എന്ന് മാത്രമാണ് എഴുതുന്നതെങ്കിൽ ക്യാപിറ്റൽ കെ എന്ന് എഴുതും വേണം. അടുത്തത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസും മാസും
സത്യം പറഞ്ഞാൽ രണ്ടും ബേസ് ക്വാണ്ടിറ്റീസ് ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ ആറ്റംസിൻ്റെ മോളിക്യൂൾസിൻ്റെ ഒക്കെ മാസ് പറയാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ബേസ് യൂണിറ്റ് മോൾ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഇല്ലാണ്ട് പറഞ്ഞാൽ അതിൻ്റെ സിമ്പലായി. ലൂമിനസ് ഇൻറ്റൻസിറ്റി, പ്രകാശത്തിൻ്റെ തീവ്രത, അതിൻ്റെ യൂണിറ്റ് നോക്കൂ, കാൻഡില CD ആണ് അതിൻ്റെ സിമ്പിൾ. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അഥവാ 7 ബേസ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമ്മൾ രണ്ട് ഭാഗമായിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, 2 ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആയിരുന്നു. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഫർദറായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഉദാഹരണം ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഉണ്ട്. അപ്പോൾ അവിടെ 2 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി വന്നു. വേറൊരു ഉദാഹരണം വോളിയം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ്. അപ്പോൾ L ഇൻറ്റു BH 3 ടേം വന്നു. അപ്പോൾ അതിനെ ഫർദറായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് 3 ടേമായിട്ട്. അതുപോലെ സ്പീഡ്, ഡിസ്റ്റൻസ് ബൈ ടൈം. ഫോഴ്സ് എങ്ങനെ കാണുക, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ മാസ് വന്നു, ആക്സിലറേഷൻ വന്നു. ആക്സിലറേഷൻ നമുക്ക് പിന്നീട് വീണ്ടും വേണമെങ്കിൽ അതിനെ ഫർദറായി ഡിവൈഡ് ചെയ്യാം വെലോസിറ്റി ബൈ ടൈമായിട്ട്. അതിൽ വെലോസിറ്റിയെ വീണ്ടും ഡിസ്റ്റൻസ് ബൈ ടൈമായി നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിലൊക്കെ മോർ ദാൻ 1 ക്വാണ്ടിറ്റീസ് വന്നു. അതാണ് ഇവിടെ പേര് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാനുള്ള കാരണം. അത്തരം വസ്തുക്കളുടെ യൂണിറ്റിന് പറയുന്ന പേരാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഉദാഹരണം ഏരിയയ്ക്ക് മീറ്റർ സ്ക്വയർ, സ്പീഡിന് മീറ്റർ പെർ സെക്കൻഡ്, ഫോഴ്സിന് ന്യൂട്ടൺ. അതൊക്കെയാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്. പല രാജ്യങ്ങളിലും പല യൂണിറ്റ്സാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം മാസിന് കിലോഗ്രാം ചില രാജ്യങ്ങളിൽ അത് ടൺ, ചില രാജ്യങ്ങളിൽ ക്വിൻ്റൽ, ചില സ്ഥലങ്ങളിൽ ഗ്രാമായിട്ട് അവതരിപ്പിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത സമ്പ്രദായമാണ് യൂണിറ്റിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ പരിചയപ്പെടാണ്. പ്രധാനപ്പെട്ടതായിട്ട് നമ്മളിവിടെ 4 പറയുന്നത്. ഒന്ന് CGS സിസ്റ്റം, 2 FPS സിസ്റ്റം, 3 MKS സിസ്റ്റം, 4 ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ലോകരാജ്യങ്ങൾ എല്ലായിടത്തും ഇന്ന് സ്വീകരിച്ചു പോരുന്ന സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. നമുക്ക് വിശദമായിട്ട് കാണാം. ഒന്നാമത്തെ CGS സിസ്റ്റം. ഇത് ഫ്രാൻസിലാണത്രേ പച്ചപ്പിടിച്ച് അവിടുത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റമാണെന്ന് പറയപ്പെടുന്നു. ഇവിടെ C എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ആണ്, G for gram and S for second. അപ്പോൾ ലെങ്ത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്ററാണ് ഫ്രാൻസിലായിരുന്നത്. അതുപോലെ മാസിൻ്റെ യൂണിറ്റ് ഗ്രാമിലും ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡിലാണ് അവർ അവതരിപ്പിച്ചിരുന്നത്. അടുത്ത് FPS സിസ്റ്റം. അതൊരു ബ്രിട്ടീഷ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പല കാലത്തിലും നമ്മൾ ഹൈറ്റൊക്കെ പറയുമ്പോൾ 5 അടി 10 ഇഞ്ച് നമ്മൾ അടിക്കണക്ക് ഒക്കെ നമ്മൾ പറയുന്ന ആൾക്കാർ ഇവിടെ നിന്നാണ് ഈ ആശയം വന്നത്. കാരണം നമ്മൾ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ഇന്ത്യ. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാരുടെ കുറേ സ്വാധീനങ്ങൾ നമ്മുടെ മേഖലകളിലും സംഭവിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് FPS സിസ്റ്റം ബ്രിട്ടീഷ് സിസ്റ്റമാണ്. അതിൽ F for foot, അതായത് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് ഫൂട്ട്, P for pound which is unit of mass and S again for seconds. അപ്പോൾ ടൈമിന് രണ്ടിലും ഒരേ യൂണിറ്റാണ്, സെക്കൻഡാണ്. മൂന്നാമത്തത് MKI സിസ്റ്റമാണ്. അതും വീണ്ടും ഒരു ഫ്രഞ്ച് സിസ്റ്റമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്. ഫ്രഞ്ച് സിസ്റ്റമാണത്. അതിൽ M for meter which is the unit for length, K for kilogram, unit of mass and again സെക്കൻഡാണ് ടൈമിൻ്റെ യൂണിറ്റായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത്. അടുത്തത് SI യൂണിറ്റാണ്. അങ്ങനെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകൾ അവലംബിച്ച് പോന്നപ്പോൾ പലപ്പോഴും ഇത് ഒരു ആശയവിനിമയം ഒരു തടസ്സം വന്നു. കാരണം നമ്മുടെ ഇവിടെ മാസ് യൂണിറ്റ് പൗണ്ടിൽ പറയുമ്പോൾ മറ്റൊരു രാജ്യത്ത് കിലോഗ്രാമിലോ ഗ്രാമിലോ പറഞ്ഞാൽ അവ നമ്മൾ കറക്റ്റ് എത്രയാണ് നമുക്ക് റേഷ്യോ അല്ലെങ്കിൽ കറക്റ്റ് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു ലോകവ്യാപകമായി ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അവതരിപ്പിച്ചു. അതാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. അതിൽ 7 ബേസിക് യൂണിറ്റ് ഉണ്ട്. SI സിസ്റ്റത്തിൽ 7 ബേസിക് യൂണിറ്റും 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സും ഉണ്ട്. 7 ബേസിക് യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ തൊട്ട് മുൻപത്തുള്ള സ്ലൈഡിൽ നമ്മൾ കണ്ടതാണ്. ലെങ്ത്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, തെർമോഡൈനാമിക്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ദ 7th and last one ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇതാണ് 7 SI സിസ്റ്റത്തിൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് പറയുകയാണെങ്കിൽ ലെങ്ത്തിന് മീറ്റർ, മാസിന് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ്, ഇലക്ട്രിക് കറണ്ടിന് ആംബിയർ, ടെമ്പറേച്ചറിന് കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് മോൾ ആൻഡ് ഫോർ ലൂമിനസ് ഇൻറ്റൻസിറ്റി യൂണിറ്റ് ഈസ് കാൻഡില. ഇതാണ് 7 SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇത് കൂടാണ്ട്
2 സപ്ലിമെൻ്ററി യൂണിറ്റ് കൂടിയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ പ്ലെയിൻ ആംഗിളിന് റേഡിയനും അതുപോലെ സോളിഡ് ആംഗിളിന് സ്റ്റെറേഡിയനും പറയാനുള്ള കാരണം. ഇനി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും നാനോ ടെക്നോളജി എന്നൊക്കെ പറയുന്നത്. നോക്കൂ, നാനോ എന്ന് പറയുന്നത് 10⁻⁻9 ആണ് അതിൻ്റെ സബ് മൾട്ടിപ്പിൾസ് വരുന്നത്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ n എന്ന് പറയുന്ന സൂചകം കൊണ്ടാണ്. അതുപോലെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും കിലോ എന്ന് പറയുന്നത് 1000 എന്നുള്ളതിൻ്റെ സൂചകമാണ്. കിലോ എന്നുള്ള നമ്മൾ ഉപയോഗിക്കും. അതുമാതിരി മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ റാം ഇപ്പോൾ 6 GB റാം, ഗിഗാബൈറ്റിൻ്റെ ഷോർട്ട് ഫോമാണ് GB എന്ന് പറയുന്നത്. നോക്കൂ, 10⁻9 എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. അങ്ങനെ മൾട്ടിപ്പിൾസും അതിൻ്റെ പ്രിഫിക്സുകളും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 1-2 വർഷങ്ങൾ കൂടുമ്പോൾ ഇവിടെ നിന്ന് ഒരു മാർക്കിൻ്റെ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ 10⁻1 ഡെക്ക, 10⁻2 ഹെക്ടോ, 10⁻3 കിലോ, 10⁻6 മെഗാ, 10⁻9 ഗിഗ, 10⁻12 ടെറ, 10⁻15 പെറ്റ, അങ്ങനെ ഒരു കണക്കിന് പോകും. ഇത് 10⁻12 എല്ലാം 10ൻ്റെ പവറിൽ പോസിറ്റീവാണ്. ഇവിടെ നോക്കൂ, 10ൻ്റെ പവറിൽ മൈനസ് വരുന്ന ചില ടൈമിൽ 10⁻−1 ഡെസി. ഇപ്പോൾ നമ്മൾ ഡെസിമീറ്റർ നമ്മൾ കേട്ടിട്ടുണ്ടാവുന്ന 10⁻2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ സെൻറ്റിമീറ്റർ എന്ന് എഴുതുമ്പോൾ നമുക്കറിയാം ഒരു സെൻറ്റിമീറ്റർ എത്ര മീറ്റർ ആണെന്ന് പറയുമ്പോൾ 10⁻2 നമ്മളൊന്ന് എഴുതാൻ നമ്മൾ നിർബന്ധിതരാകും. 10⁻3 മില്ലിയുടെ സൂചകമാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ സിമ്പിൾ എന്ന് പറയുന്ന ഭാഗത്ത് അതിൻ്റെ സൂചകങ്ങൾ നമ്മൾ കൊടുത്തു. 10⁻6 മൈക്രോ ആണ്, 10⁻9 നാനോ ആണ്, 10⁻12 പൈക്കോ ആണ്. അങ്ങനെ ഓരോന്നിൻ്റെ ഇവിടെ സബ് മൾട്ടിപ്പിൾസും അതിൻ്റെ പ്രിഫിക്സും സിമ്പിളും ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് SI സിസ്റ്റംസിൻ്റെ അഡ്വാൻറ്റേജസ്? 4 അഡ്വാൻറ്റേജസ് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും മിനിമം ഒരു 3 എണ്ണെങ്കിലും പഠിച്ചു വയ്ക്കുക. ഒന്നാമത്തെ, SI ഈസ് എ കോഹിറൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇതാണ് കോഹിറൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. അവിടെ ഞാനൊരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു അത് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഓൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആനുപാതികമായി നമുക്ക് ഏത് യൂണിറ്റിലേക്ക് വേണമെങ്കിലും മാറാനായിട്ട് പറ്റും. ഉദാഹരണം, മാസിൻ്റെ യൂണിറ്റ് SI സിസ്റ്റത്തിൽ കിലോഗ്രാമാണ്. അപ്പോൾ അതിനെ ഗ്രാം ആക്കണം എന്ന് വിചാരിക്കൂ. നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 കിലോഗ്രാം ഈസ് ഈക്വൽ ടു 1000 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടോ ഡിവൈഡ് ചെയ്തിട്ടോ മറ്റുള്ള യൂണിറ്റുകളിലേക്ക് പോകാനായിട്ട് ഈസി. അതാണ് പറയാനുള്ള കാരണം. SI ഈസ് എ കോഹിറൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയാനുള്ള കാരണം. 2, SI ഈസ് എ റാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അടിഭാഗത്ത് കൊടുത്തുനിന്ന് വായിച്ചു നോക്കൂ. This system uses only one unit for a given physical quantity. For example, all forms of energy are measured in joule. ഇപ്പോൾ എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ കൈനറ്റിക് എനർജി, അതിൻ്റെ യൂണിറ്റ് ജൂളാണ്. പൊട്ടൻഷ്യൽ എനർജി, അതിന് വേറെ യൂണിറ്റ് കൊടുക്കില്ല, അതിൻ്റെ യൂണിറ്റ് ജൂൾ തന്നെയാണ്. മെക്കാനിക്കൽ എനർജി, അതിൻ്റെ യൂണിറ്റ് ജൂളാണ്. അപ്പോൾ എനർജി എന്നുള്ള ടേം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒറ്റ യൂണിറ്റേ ഉള്ളൂ, അത് ജൂളാണ്. അതാണ് പറയാൻ കാരണം SI ഈസ് എ റാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയാനുള്ള കാരണം. അടുത്തത്, SI ഈസ് എ മെട്രിക് സിസ്റ്റം. എന്താണ് മെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത്? അപ്പോൾ നമ്മളെല്ലാത്തിൻ്റെയും വാല്യൂസ് നമ്മൾ തൊട്ട് മുൻഭാഗത്ത് കണ്ടു കഴിഞ്ഞു. ഒന്നിൽ 10ൻ്റെ പവറിൽ മൈനസ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ 10ൻ്റെ പവറിൽ പോസിറ്റീവ് കൊടുത്തുകൊണ്ടോ നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാം. അതാണ് ഇവിടെ മെട്രിക് സിസ്റ്റം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾ മൾട്ടിപ്പിൾസ് ആൻഡ് സബ് മൾട്ടിപ്പിൾസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് പവേഴ്സ് ഓഫ് 10. അപ്പോൾ മെട്രിക് സിസ്റ്റം, അത് മറന്നു പോരുത്. 4-ാമത്തെയും അവസാനത്തെയും, SI ഈസ് ആൻ അബ്സല്യൂട്ട് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അബ്സല്യൂട്ട് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയാനുള്ള കാരണം അത് ഗ്രാവിറ്റേഷണൽ യൂണിറ്റ്സിനെ ഉപയോഗിക്കുന്നില്ല എന്നാണ് ഇവിടെ നമ്മളൊരു ആശയമായിട്ട് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അഡ്വാൻറ്റേജസ് ഓഫ് SI സിസ്റ്റത്തിൽ ഏതെങ്കിലും മിനിമം 2 എണ്ണം, പറ്റുമെങ്കിലും 3 എണ്ണമെങ്കിലും പഠിച്ചു വയ്ക്കുക. അതാണ് അഡ്വാൻറ്റേജസ് ഓഫ് SI സിസ്റ്റം പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മറ്റൊരു പാർട്ടുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലെത്താൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. താങ്ക് യു.